ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ദൈവിക സന്ദേശമാണ് മദ്യക്കുപ്പികൾ പോലും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കോമ്പൗണ്ടിലോ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകരുത് എന്ന സന്ദേശം. ഈ ദൈവിക സന്ദേശം ആദ്യമായിട്ട് എനിക്ക് ലഭിക്കുക 2018 ഒരു വൈദ്യശാല വെഞ്ചരിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോകുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ദൈവിക സന്ദേശം ലഭിക്കുക. അന്ന് ആ വൈദ്യരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ അടുക്ക് വേണ്ടി ആ ഡോക്ടറുടെ ആ ഒരു ക്ലിനിക്കിനെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ആ വൈദ്യശാല മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്വരം ചെവിയിൽ കേൾപ്പിക്കുകയാണ്, മദ്യക്കുപ്പികൾ മദ്യക്കുപ്പികൾ, ഇങ്ങനൊരു സ്വരം. അപ്പോൾ മദ്യക്കുപ്പികളും ഈ സ്ഥാപനവുമായി എന്ത് ബന്ധം? ഞാൻ അവരോട് ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മദ്യപാനം എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ കൂട്ടും തന്നെ ഇല്ല, വീഞ്ഞ് പോലും ഞങ്ങൾ കുടിക്കാറില്ല എന്ന് ആ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മദ്യക്കുപ്പികളുണ്ടോ? കാരണം കേട്ട സ്വരം അങ്ങനെയാണല്ലോ, മദ്യക്കുപ്പികൾ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ് സംശയിച്ചുകൊണ്ട്, മദ്യക്കുപ്പികൾ എന്നാണ് ഈശോ പറയുന്നത് എന്ന് പറയുകയാണ്. ഉടനെ തന്നെ ആ വൈദ്യർ പറഞ്ഞു, മദ്യക്കുപ്പികളുണ്ടെന്ന് പറയുന്നത് ശരിയാണ് അച്ഛാ, മദ്യക്കുപ്പികൾ ധാരാളം ഈ വൈദ്യശാലയിലുണ്ട്. കാരണം ഞങ്ങൾ ഈ മരുന്നൊക്കെ ഒഴിച്ചു വയ്ക്കുന്നത് ഇങ്ങനെ കഷായം, അരിഷ്ടം, ഇങ്ങനെയുള്ള ആയുർവേദ വൈദ്യശാലയാണ്. അപ്പോൾ അവരെങ്ങനെ ഉണ്ടാക്കും, അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു വയ്ക്കാനായിട്ട് മദ്യക്കുപ്പികൾ ധാരാളം അവർ കഴുകിയെടുത്ത്, അപ്പോൾ അദ്ദേഹം ആ സ്ഥലം മുഴുവനും വലിയൊരു കോമ്പൗണ്ടാണത്, ഏക്കറക്കണക്കിന് ഭൂമിയുണ്ട്, സ്ഥലമുണ്ട്, അതൊക്കെ ഞാൻ വെഞ്ചരിച്ചു. അങ്ങനെ വെഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ നടന്ന് വെഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് കാണിച്ചു തരികയാണ് ആ വൈദ്യർ. അച്ഛൻ പറഞ്ഞ മദ്യക്കുപ്പികൾ, ഇതാണ് ഈ മദ്യക്കുപ്പികൾ. അപ്പോൾ ഒരു കിണർ, ആ കിണറിൻ്റെ സൈഡിൽ ചാക്ക് കണക്കിന് മദ്യക്കുപ്പികൾ ഇവരിങ്ങനെ മദ്യ ഷോപ്പിൽ നിന്ന് ഒഴിഞ്ഞ കുപ്പികൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ് കഴുകിയെടുത്ത് ക്ലീനാക്കി എടുത്തിട്ട് അതിൽ ഈ കഷായം, അരിഷ്ടം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിറച്ച് ആളുകൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് മദ്യക്കുപ്പികൾ. അച്ഛൻ പറഞ്ഞ മദ്യക്കുപ്പികളാണ് ഈ ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പം അന്നാണ് ആദ്യമായിട്ട് ഈ മദ്യക്കുപ്പികൾ പോലും ഒരുപാട് തടസ്സങ്ങൾ, ഇപ്പോൾ ആ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് വെഞ്ചരിക്കാൻ കൊണ്ടുപോയത്, ഒരുപാട് തടസ്സങ്ങൾ, ആരും ആ വൈദ്യശാലയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ അവരുടെ ബിസിനസ്സിൽ വരുന്നു. അതുമായി ബന്ധപ്പെടുത്തിയാണ് എന്നെ കൊണ്ടുപോവുക പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോഴാണ് കർത്താവ് ആ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ തടസ്സമായി കാണിക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികളാണ്. കേട്ടോ, അപ്പോൾ മദ്യക്കുപ്പികൾ തന്നെ ഒരുപാട് തടസ്സങ്ങൾ കൊണ്ടുവരും. മദ്യമല്ല, മദ്യക്കുപ്പികൾ. അപ്പോൾ മദ്യക്കുപ്പികളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കുടിച്ച് അവസാനിപ്പിച്ച് കാട്ടിക്കളഞ്ഞ ഒരു മദ്യക്കുപ്പി, അത് നമ്മുടെ വീട്ടിൽ നിന്ന് പാലും കുപ്പിയായിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുപ്പിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബോട്ടിലാട്ടൊക്കെ ചെയ്ത്, ചിലരൊക്കെ മദ്യക്കുപ്പിയുമേ ബോട്ടിലാട്ടൊക്കെ ചെയ്ത് ഡൈനിങ് ഹാളിലോ ഷോക്കേസിലോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടേബിളിലോ ചിലരൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ്
ഇങ്ങനെ ഫോറിൻ മദ്യക്കുപ്പികളൊക്കെ പച്ച, ചുവപ്പ്, നീല, മഞ്ഞ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള കുപ്പികളൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് കളഞ്ഞ് ഇങ്ങനെ അതിൽ മണി പ്ലാന്റോ അങ്ങനെയുള്ള ചെടികളൊക്കെ ഇട്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തന്നെ ചിത്രത്തിൻ്റെ രണ്ട് ഭാഗത്തൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വയ്ക്കും, അല്ലെങ്കിൽ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വയ്ക്കും. അത് ഭവനങ്ങളിൽ അങ്ങനെ ശീലമുണ്ട്, ചില കോൺവെൻറ്റുകളിൽ അങ്ങനെ ശീലമുണ്ട്, ചില ആശ്രമങ്ങളുണ്ടായിരിക്കാം, നമ്മളായിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളങ്ങനെ കണ്ടുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ? ഈ പറഞ്ഞ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 29-ാം തിരുവചനം, ദുരിതം, ദുഃഖം, കലഹം, ആവലാതി ആർക്കാണ് അഗാഢമായ മുറിവുകൾ, ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയിരിക്കുന്നത്? എന്നിട്ട് ജ്ഞാനിയായ സോളമൻ എഴുതി വച്ചിരിക്കുകയാണ്, വീഞ്ഞ് കുടിച്ച് സമയം പോകുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. എന്നിട്ട് അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞ് ഒഴുകുന്നത് നോക്കിയിരിക്കരുത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വീഞ്ഞിലേക്ക് നോക്കുക പോലും അരുത് എന്നാണ് ജ്ഞാനിയായ സോളമൻ എഴുതി വെച്ചിരിക്കുക. അത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതി വയ്ക്കുക, ഡോണ്ട് ലുക്ക് അറ്റ് വൈൻ എന്നാണ് പറയുക. വീഞ്ഞിലേക്ക് നോക്കുക പോലും, മദ്യത്തിലേക്ക്, ബീറിലേക്ക്, കള്ളിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കുക പോലും അരുത്, നോട്ടം പോലും അരുത് എന്നാണ് പറയുക. അതിൻ്റെ ഒരു കുപ്പി പോലും ചിലപ്പോൾ നമ്മുടെ ഭവനം മദ്യവിമുക്ത ഭവനമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മുടെ വീട്ടിൽ ആരും മദ്യപിക്കുന്നവരുണ്ടായിരിക്കില്ല. പക്ഷെ ഒരു മദ്യക്കുപ്പി നമ്മുടെ കുടുംബത്തിലോ ഇനി കോമ്പൗണ്ടിലോ ഒരു 10 സെന്റ് സ്ഥലം അതിന് ചുറ്റും വെയിലേക്ക് കെട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിലായിരിക്കും വീട്. നമ്മുടെ മദ്യക്കുപ്പി നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടായിരിക്കില്ല, വീടിൻ്റെ കോമ്പൗണ്ടിലായിരിക്കുക ഒരു മദ്യക്കുപ്പി. ഒരു കോമ്പൗണ്ടിൽ പോലും ഒരു മദ്യക്കുപ്പി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, ദുരിതം, ദുഃഖം, കലഹം, പാമ്പ് ശല്യം, ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ, ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഏൽറുഹ ശുശ്രൂഷകളിൽ ഒരുപാട് നമ്മളിങ്ങനെയുള്ള കർത്താവ് സന്ദേശം തന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി ആൾത്താരിൽ കയറി സാക്ഷ്യം പറയിപ്പിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ശാലം ശുശ്രൂഷയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള നിഷിദ്ധ വസ്തുക്കൾ, മദ്യക്കുപ്പികൾ പോലും ഇതുപോലെ ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്ന ആളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മദ്യം നമ്മുടെ ഷോക്കേസിലോ അല്ലെങ്കിൽ അലമാരിയിലോ അല്ലെങ്കിൽ കബോർഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, മദ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് പോലും ആ കുപ്പിയും എഴുതി വെച്ചിരിക്കുകയാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അത്രയും വലിയൊരു പിശാചാണ് ഈ മദ്യപിശാച് എന്ന് പറയുന്ന പിശാച്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും നിഷിദ്ധ വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയുക. ആ കോമ്പൗണ്ടിൽ പോലും അത് ഇല്ലാതിരിക്കട്ടെ. നമ്മൾ ഈ സമയം ഏറ്റുപറയുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 29 മുതലുള്ള തിരുവചനമാണ്. സ്നേഹമുള്ളവരെ, എവിടെ മദ്യമോ വീഞ്ഞോ ബീറോ കള്ളോ ഉണ്ടോ അവിടെ പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവിൻ്റെ ഓപ്പോസിറ്റ് വാക്യമാണ് ഈ വീഞ്ഞ്, ബീറ്, കള്ള്, മദ്യം എന്ന് പറയുക. ബൈബിളിൽ എവിടെയൊക്കെ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് വരുന്നുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വീഞ്ഞ് അല്ലെങ്കിൽ ബീറ് അല്ലെങ്കിൽ കള്ള് എന്ന വാക്കുകളായിരിക്കും. അല്ലെങ്കിൽ ബൈബിളിൽ എവിടെയൊക്കെ വീഞ്ഞ് എന്ന വാക്ക് വരുന്നുണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് മിക്കവാറും വരുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാക്കായിരിക്കും. നമുക്കറിയാം എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5:18 പൗലോസ്ലീഹ പറയുക, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകും. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാനായിട്ട് പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമുക്കറിയാം ലൂക്ക 1:15 സ്നാപയോഹന്നാൻ്റെ ജനത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. സ്നാപയോഹന്നാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായിരിക്കും, അവൻ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കില്ല. ഉടനെ തന്നെ ഓപ്പോസിറ്റ് വാക്യം വന്നു, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാണെന്നറിയും. കണ്ടോ? അവൻ വീഞ്ഞു കുടിക്കില്ല, അവൻ പരിശുദ്ധാത്മാവിനെന്നറിയും. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, ദുരാസക്തിയുണ്ട്. ഉടനെ അടുത്ത വാക്ക് വന്നു, എന്നാൽ പരിശുദ്ധാത്മാവിനെ പൂരിതരാകുകയും. വീണ്ടും അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ കാണാം, നമ്മുടെ പത്രോസും ശിഷ്യന്മാരൊക്കെ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ് അവരിങ്ങനെ വചനം പ്രസംഗിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ പലരും പറഞ്ഞു അവർ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായിട്ട് എന്തോ പിച്ചും പേയും പറയുന്നതാണെന്ന് പറഞ്ഞ്. പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വീഞ്ഞു കുടിച്ചിട്ട് ബോധമില്ലാതെ എന്തെങ്കിലും പറയുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണ്, അന്ന് ദാസന്മാരുടെ ദാസികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുകയും. ജോയേൽ 2:29 വചനം അദ്ദേഹം അവിടെ കോട്ട് ചെയ്യുകയാണ്. നോക്കുക, എവിടെയൊക്കെ വീഞ്ഞെന്നൊരു വാക്ക് ബൈബിളിൽ പറയുന്നുണ്ടോ പലപ്പോഴും മിക്കപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പം വരും. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ നേരെ വിപരീതം, എതിർപദമാണ് പരിശുദ്ധാത്മ. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഒട്ടും ഇഷ്ടമില്ല ഈ വീഞ്ഞ് കുടിക്കുന്നവരെ, അല്ലെങ്കിൽ മദ്യം, വീഞ്ഞ്, ബീറ്, കള്ള്, ഇങ്ങനെ മദ്യ ഉൽപ്പന്നങ്ങൾ ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ മേഖലകളിൽ, ആ ഭവനങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ, ആ വ്യക്തികളിലൊക്കെ മന്ദീഭവിച്ചു പോവുകയാണ്. ഈ വലിയ തിരിച്ചറിവ്
മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആസക്തികളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ തിന്മ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സുഭാഷിതം 23-29 എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ്? ചുവന്ന് കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളും മദ്യപാനത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യോൽപ്പന്നങ്ങൾ, മദ്യക്കുപ്പികൾ എല്ലാം നശിപ്പിച്ച് കളയാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചിത വസ്തുക്കൾ എടുത്ത് നശിപ്പിച്ച് കളയാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ. മദ്യക്കുപ്പികളിലൂടെ മദ്യത്തിലൂടെ കടന്നു വന്ന തിന്മയുടെ അരൂപി മാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് തകച്ചോളത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, പാടി. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കരങ്ങളുയർത്തി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു. വേഗത്തിൽ ഉച്ചത്തിൽ പറഞ്ഞ് സ്തുതിക്കുക. ഭാഷാവത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലാത്മാ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തത കഴിയണമേ. സകല ക്ഷുദ്രം, മന്ത്രവാദ, അഭിചാര, കുടോത്ര, ദുഷ്ടദോഷം, പൈശാച, അക്കപീഡകൾ, ബാധകൾ, കൈവശങ്ങൾ ഞങ്ങളെ ദൂരേറ്റണമേ. പാപകരമായ സകലതും, അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ കന്യാമരുടെ ശരീരം മധ്യസ്ഥാലും നികാർ റബ്ബ ഗബ്രിയും മാലാമാരുടെ സത്തമായ സാന്താ സംരക്ഷത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വമുള്ള സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്തുത്തിലോ ഭക്ഷണവും കടന്നു വന്ന മാനസികമായ ശാരീരിക ആത്മീയമായ മാനുഷികമായ പ്രാപഞ്ചികമായ പൈശാചികമായ സകല ബന്ധനങ്ങളും 10:4 ലൂക്കാ 4:2 മർക്കോസ് 16:5 1 3 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവപുത്രം വന്ന് ഈ വചന സതിയ സകലവിധ പ്രകൃതിശം ഇടിവെട്ടുന്ന നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാസി വരാൻ തർക്കം കലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദ്രവ്യാസ് കോപാസ്തി പശ്ചനാസതി സ്വയം പോക്ക സ്വർഗബോധ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠന തടസ്സം കോടതി സാമതി കൊണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരത്തിൽ ബാഹ്യത്തിൽ ചെറുതായിട്ട് രോഗപ്പെടുകൾ അമിതമായി ഭയം ദുഃഖം നിരാശ
അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിൻ്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ജപമാചെല്ലാം തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശം കിട്ടാൻ തടസ്സങ്ങൾ, വന്യജീവികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നിപ്പത്തിക്കുന്ന പൈശാചികരിപ്പി, അന്താസത്തി, സാത്താസത്തി, ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുനാഥ് ഞാൻ ശാസിക്കുന്നു, യേശുനാഥ് ബന്ധിക്കുന്നു, യേശുനാഥ് ബഹിഷ്കരിക്കുന്നു, ഈശോയെ കുറിച്ച് ആട്ടിവായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നമെന്ന് സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു. 83 സംഗീതത്തിൻ്റെ അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ യേശുവേ എന്ന് വിളിക്കുക. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ച് എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ഇരുത്തിയിൽ വീണാലും അവന് ഞാൻ ഏകനല്ല. ഇരുത്തിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. കരങ്ങളുയർത്തിച്ച് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു. അല്പസമയം സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ഹാലുലി അലുലി 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 തിരത്ത കഴിയണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൈശാചിക ബന്ധനം വിട്ടുപോട്ടെ. ആത്മഹത്യ ചിന്തകൾ മാറിപ്പോട്ടെ. കടബാധ മാറിപ്പോട്ടെ. സമാല ബാബ 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 ബാലാശ ബാബ മമദി മലാദി ബസില ഹാലബ ബാബ മമദ ബാലാശാല ഹാലബ ബാബ മദ ബാലാശാല ഹാലബ ബാബ മദ ബാലാശാല ഹാലബാല മിമി മദി ബാലാശാല ഹാല. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. പാലാദീപ മദ ബാലാദീപ സിമിയാല ബാമ ബദ ബാലാശാല ബാബ മമദ ബാലാസ മമ ബാബ ബാബ ബദ ബാല ഹാല ബാബ. ദൈവഭയം നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ, ദൈവഭയം നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ. ബാബ ബാബ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. പൈശാചിക ബന്ധനം വിട്ടുപോട്ടെ. സമിയാല തമ ബാബ ദ ബാലാശാല ബാബ ബദ ബാല ഹാല ബാബ ശിരിരിരിരിരിരിരിരി ശബല തമ ബാബ ദ ബാല ഹാല ബാബ ശിരിരിരിരിരിരി 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 ശിരിരിരിരി. ദിവ്യഗാനത്തിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്വസ്ഥാന്തിരുന്നുകൊണ്ട് മറ്റോ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ശക്തമായി സ്തുതിക്കുക. നമ്മൾ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുക. ഈ സമയം ആലോചിച്ച് നോക്കുക. എൻ്റെ വീട്ടിൽ ദുരിതമുണ്ടോ, ദുഃഖമുണ്ടോ, കലഹമുണ്ടോ, ആവലാതിയുണ്ടോ, അഗാഢമായ മുറിവുകളുണ്ടോ, ചുവന്ന കഴുങ്ങിയ കണ്ണുകളുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആലോചിച്ച് നോക്കുക. ജ്ഞാനിയായ സോളമൻ പറയുകയാണ്, എൻ്റെ വീട്ടിൽ വീഞ്ഞുണ്ടോ, ബീറുണ്ടോ, കള്ളുണ്ടോ, മദ്യമുണ്ടോ ആലോചിച്ച് നോക്കുക. ഇനി ഇതൊന്നും ഇല്ല എന്ന് ഉത്തരം പറയുന്നവർ ആലോചിക്കുക. എൻ്റെ വീട്ടിൽ മദ്യക്കുപ്പികളിരിക്കുന്നുണ്ടോ, വീഞ്ഞും കുപ്പികളിരിക്കുന്നുണ്ടോ, ഒരു കാലത്ത് മദ്യം നിറച്ച് വെച്ചിരുന്ന കുപ്പി എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള മദ്യക്കുപ്പികളെല്ലാം നശിപ്പിച്ച് കളയാൻ തീരുമാനിക്കുക. മദ്യവിൽപ്പനകളൊക്കെ നശിപ്പിക്കാനും അതെല്ലാം ശക്തമായ തീരുമാനമെടുത്ത് മദ്യപാനം ഉപേക്ഷിക്കാനും ഈ സമയം തീരുമാനമെടുത്ത് സ്തുതിക്കുക. എല്ലാവരും ഈ സമയം സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജേക്കബ് എന്നൊരു പേര് തരികയാണ്. ജേക്കബ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി സ്തുതിക്കുന്നു. കുരുവിള എന്നൊരു പേര് തരികയാണ്. കുരുവിള എന്ന് പറയുന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. റോയി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തങ്കപ്പൻ എന്ന പേരുള്ള ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ധന്യയെ കർത്താവ് സ്പർശിക്കുന്നു, അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഡോക്ടർ റീത്തയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മൂത്രാശയ രോഗങ്ങളുള്ളവരെ പ്രാർത്ഥിച്ചു. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷനോ, മൂത്രത്തിൽ കല്ലോ, കിഡ്നി സ്റ്റോണോ, ഇങ്ങനെയുള്ള മൂത്ര തടസ്സമോ, മൂത്രം തുള്ളിയായി പോകുന്ന അവസ്ഥകളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. സൗഖ്യം തിരിച്ചറിഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ തീരുമാനത്തിൽ പ്രാർത്ഥിക്കുക. ചെവി വേദനയുള്ളവർ പ്രാർത്ഥിക്കുക. ചെവി വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹൈക്കോർട്ടിൽ കേസ് നടക്കുന്ന ഒരാളുടെ കേസിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് സന്ദേശം തരിക. ഇസ്രായേൽ
ഇസ്രായേലിലേക്ക് പോകാൻ തടസ്സമുള്ളവർ പ്രാർത്ഥിച്ചു. ഇസ്രായേലിലേക്ക് പോകാനുള്ള തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ആലുലിയ ആലുലിയ. തകർച്ചകളോത്ത് സ്തുതിക്കുക, ദൈവം തന്ന അനുഗ്രഹങ്ങളോത്ത് സ്തുതിക്കുക. കണ്ണിന് അലർജി മൂലം കണ്ണിന് അസ്വസ്ഥതകൾ, കണ്ണിൻ്റെ അസ്വസ്ഥത, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥ, കണ്ണിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ സമയം പ്രാർത്ഥിക്കുക. ഇത് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. നട്ടലിന് സർജറി പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മിനി എന്ന മകളുടെ മൂത്രാശയ സംബന്ധമായ രോഗാവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പീരീഡ്സ് റെഗുലർ അല്ലാത്ത ഒരു മകളെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വില കൂടി ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരാളുടെ രോഗാവസ്ഥയിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അമിതമായ ഭയമുള്ള ഒരു കുട്ടിയുടെ കഴുത്തിൽ ഒത്തിരിയും ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശിക്കുക. പൊടിയുടെ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ആ കേസിൽ ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് സന്ദേശം തരുന്നു. ആമവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സോഡിയം കുറയുന്ന അവസ്ഥയുള്ള ആലിസ് എന്ന സഹോദരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരിക. ഏലീഷ എന്ന സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നെല്ലിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പരസഹായം കൂടാതെ നടക്കാനുള്ള കൃപ നൽകിയ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ ഉറുമ്പ് ശല്യമുള്ള ഒരു വീട്ടുകാരോട് ബന്ധന പ്രാർത്ഥന ചൊല്ലി ആ വീട് വെഞ്ചിരിക്കാൻ കർത്താവ് സന്ദേശം തരിക. താരം മൂലം ശക്തമായ ചൊറച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റാഫിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞ് ഇനി വിവാഹം നടക്കില്ലെന്ന് കരുതിയിരിക്കുന്ന ഒരു മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. 3 വയസ്സായിട്ടും നടന്നു തുടങ്ങാത്ത ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. അലർജി മൂലമുള്ള തുമ്മല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു അക്രൈസ്തവ വ്യക്തിയുമായി തെറ്റായ പ്രേമബന്ധത്തിലായിരിക്കുന്ന ഒരു മകളെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്ത് വില കൊടുത്ത് ആ ബന്ധം ഉപേക്ഷിക്കാൻ കർത്താവ് സന്ദേശം തരിക. പ്രഗ്നൻസിക്ക് ശേഷം ഓവർ ബ്ലീഡിംഗ് ഉള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാവരും ശക്തമായി സ്തുതിക്കുക. ചിഞ്ചു എന്ന മകളുടെ ഓവർ ബ്ലീഡിംഗ് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഷെയ്ൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്ത് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്ന ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഡിപ്രഷൻ ബാധിച്ച ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയോട് വെഞ്ചരിച്ച തേൻ കഴിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരിക. വർഷങ്ങളായി കാലിൽ മസിൽ കയറുന്ന ഒരു സഹോദരനോട് കഴുത്തിൽ വെന്തിക ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഗുജറാത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അനിൽ എന്ന മകനോട് ദൈവത്തിൽ ആശ്രയിക്കാൻ കർത്താവ് സന്ദേശം നൽകുക. ഒരു വ്യക്തിക്ക് ഗവൺമെന്റ് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുഖത്ത് പൊള്ളലേറ്റ ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ഡോക്ടർമാരായ ഒരു ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പോകുന്ന അവസ്ഥയുള്ള ചൂടുവെള്ളം മാത്രം കുടിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മൂക്കിൽ നിന്നും രക്തം വരുന്ന അവസ്ഥ ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിയറ്റ്നാമിൽ ജോലി ചെയ്യുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കുഞ്ഞാറ്റ എന്ന വിളിപ്പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റോണി എന്ന മകന്റെ തലത്തിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ടോൺസിലൈറ്റിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഗർഭാശയത്തിൽ മുഴയുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സംസാര തടസ്സമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു സ്ഥലത്തു നിന്നും മുള്ളംപന്നിയുടെ ശല്യം കർത്താവ് എടുത്തു മാറ്റുന്നു. അലച്ചിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പല്ലുവേദനയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മുട്ടിന്റെ ചിരട്ട തിന്നുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അസിഡിറ്റി ഒരു മകന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നീരുവീഴ്ചയുള്ള 2 പേർക്ക് കർത്താവ് മേഖലയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഴുത്തുവേദന മൂലം കോളറിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ ശുശ്രൂഷയെ വർഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 എന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് ഗ്ലാഡിസ്. ഞാൻ കൊരട്ടി സെൻറ് മേരീസ് ഇടവകയെന്ന് പറഞ്ഞത് തൃശ്ശൂരുള്ളത്. അച്ഛൻ ഇന്നലെ ആരാധന കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യക്കുപ്പിയിൽ ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്ത് വെച്ചത് മൂലം പഠന തടസ്സം വന്ന ഒരു കുട്ടിയുടെ കാര്യം. അത് ഞാനാണ്. സ്നേഹമുള്ളവരെ, അച്ഛൻ ഇന്നലെ വിളിച്ച് പറഞ്ഞ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു മകള് പഠിക്കാനിരിക്കുന്ന റൂമിൽ ബോട്ടിലാട്ട് ചെയ്ത് ഈ മദ്യക്കുപ്പികൾ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ നല്ല തടസ്സങ്ങളുണ്ട്. ആ മകളോട് കർത്താവ് പറയുന്നു ബോട്ടിലാട്ട് ചെയ്ത ആ മദ്യക്കുപ്പികളൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാൻ. ആ മകളാണ് ഈ മകള്. ഓടി വരികയാണ് അമ്മയും മോളും കൂടി എൻ്റെ അടുത്തേക്ക്. ഉണ്ടായ സംഭവം ഒന്ന് നീ ഒന്ന് പറഞ്ഞു ഗ്ലാഡിസ്, എന്താ ഉണ്ടായെന്നുള്ളത്? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്തായ സംഭവങ്ങൾ പറഞ്ഞു. അവളുടെ ഒരു ഹോബിയാണത്. പറഞ്ഞു. ഞാനിങ്ങനെ പുറത്തെവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കുപ്പികളൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും, ചെയ്ത് വെക്കും. ഇങ്ങനെ എൻ്റെ ആൻറ്റി ഒരു 6 മാസം മുന്നേ തന്നെ ഇവിടെ ധ്യാനം കൂടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ വെക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനാണ് എടുത്ത് കളയാഞ്ഞത്. ഞാൻ പറഞ്ഞു കളയണ്ടെന്ന് പറഞ്ഞു. നീ പഠിക്കുന്ന റൂമിലും ഞാൻ പഠിക്കാനിരിക്കുന്ന ടേബിളിന്റെ അടുത്ത് എത്ര കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു? പഠിക്കാനിരിക്കുന്ന എൻ്റെ അടുത്ത് 2 ഉള്ളൂ. പക്ഷെ വീടിന്റെ പല ഭാഗത്തായിട്ട് 5 ഒക്കെ വെച്ച് വേറെ 5 വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നിനക്ക് ബുദ്ധിമുട്ട് തോന്നി?
എനിക്ക് അത്രയും കാലം പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം വന്നു കഴിഞ്ഞപ്പോൾ തലേ ദിവസം പോലും പഠിക്കാൻ ബുക്ക് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ബോധ്യമായി, ഇനി വീട്ടിൽ പോയി അത് മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചു. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. പ്രൈസ് ലോർഡ്. ഇതാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് അച്ഛൻ പറയുന്നത് കേട്ടോ. മദ്യമല്ല, മദ്യക്കുപ്പികളെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മദ്യപിച്ച ഒരാളുടെ കാര്യമില്ല. മദ്യപിച്ചിട്ട് പഠന തടസ്സം വന്നു അങ്ങനെയല്ല പറഞ്ഞത്. ആരോ ഒരു വീട്ടിലാരും മദ്യപിക്കുന്നവരില്ല. ആരോ മദ്യപിച്ച കുപ്പി എവിടെയോ കിടക്കുന്നുണ്ടായത് എടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ കഴുകി അതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ് ആ കൊച്ച് പൂക്കളൊക്കെ വരച്ച് അങ്ങനെ വെച്ചു. കൊച്ചിന് 10ാം ക്ലാസ്സാണ്, പഠിക്കാൻ പറ്റുന്നില്ല. പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നുണ്ട്, കരച്ചിലോട് കരച്ചിൽ, പഠിക്കാൻ പറ്റുന്നില്ല. ശരി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിന്നല്ല. ഇന്നലെ ആരാധനയ്ക്ക് അച്ഛൻ വിളിച്ചു പറയാണ്, പഠിക്കാനിരിക്കുന്ന മകള് ആ പഠിക്കാനിരിക്കുന്ന റൂമിലൊക്കെ മദ്യക്കുപ്പികൾ ബോട്ടിലാട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ മകൾക്ക് പഠന തടസ്സമുണ്ട്. ആ കുപ്പികൾ എടുത്തുകൊണ്ട് നശിപ്പിച്ച് കളയുക, എന്നാലും കൊച്ചിൻ്റെ ഇത് അസ്വസ്ഥത മാറുമല്ലോ. അമ്മ വന്നിട്ട് പറയും, അച്ഛൻ എന്തോരം നന്നായി പഠിച്ചിരുന്നു മോളാന്നറിയോ. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തീർക്കാനായിട്ട്. പരീക്ഷയിലൊക്കെ മാർക്കൊക്കെ എന്താ അതിന് ശരിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. ഈ മദ്യക്കുപ്പി. അപ്പോൾ ഒരു കുപ്പി പോലും ഇത്രമാത്രം പൈശാചിക ബന്ധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കുടിക്കുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെ മദ്യം നിറച്ച് അങ്ങനെ ബോട്ടിൽ ഫ്രിഡ്ജിലോ അലമാരിയിലോ ഒക്കെ എടുത്തു വെച്ചവരും ശ്രദ്ധിക്കുക. ചില ഒരു കുപ്പി പോലും നമ്മുടെ കോമ്പൗണ്ടിൽ പാടില്ല. മദ്യമോ മദ്യക്കുപ്പികളോ ഇത് എവിടെയെങ്കിലും കോമ്പൗണ്ടിലെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കലഹം ഉണ്ടാവും, ബഹളം ഉണ്ടാവും, ദുരിതം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എൽറുഹ ദൈവവചന ശുശ്രൂഷ കണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ച് നിങ്ങൾ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ അൾത്താരി കയറി സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളാണ് കർത്താവ് ഈ ചെറിയ ശുശ്രൂഷയിൽ തന്നെ വർഷിച്ചുകൊണ്ടിരിക്കുക. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ശുശ്രൂഷയാണ്. നമുക്ക് മുട്ടുകൾ കുത്തി കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ അവർ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.